ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നവൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ജാസി ഗിഫ്റ്റ് വർഷങ്ങളായിട്ട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ പാട്ട് തന്നെ പലയിടങ്ങളിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാടി വരുമ്പോൾ ജാസി ഗിഫ്റ്റിന് ഒരു സ്വീകാര്യത കുറഞ്ഞു വരുന്നത്. കാരണം എന്താ, പാടുന്ന പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടുന്നു, ആളുകൾക്ക് ഒരു ആവർത്തന വിരസതയുണ്ടായി. പാടുന്ന ജാസി ഗിഫ്റ്റിന് ഇല്ലെങ്കിലും കേൾക്കുന്ന ജനങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ പരിപാടി കാണാൻ 1000 പേര്, കഷ്ടിച്ച് 1000 പേര്, എം ജി ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കഷ്ടിച്ച് 1000 പേര് വരും. അതിനേക്കാളും കൂടുതൽ ആളുകൾ എം ജി ശ്രീകുമാറിന് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന ഇടത്ത് വേടൻ എന്ന് പറയുന്നത് ഇന്നലെ ഉയർന്നു വന്ന ഒരാൾക്ക് വന്നത് 8000, മിനിമം 8000, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമ്പോൾ 20, 30, 50, അതിന് മുകളിലേക്ക് ആളുകൾ വരുന്നു ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിപാടി കാണാൻ. വേടൻ കറുത്തിട്ടാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജാതി ഏറ്റവും താഴ്ന്ന ജാതിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ജാസിക്ക് അങ്ങോട്ട് കയറി കൊണ്ടു. ജാസി പറഞ്ഞത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ചോദിക്കുമ്പോഴേ അയാൾ പറയുന്നില്ല, അറിയാമെന്നോ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇനി ഒരു പക്ഷേ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി അറിയാമെന്ന് പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത, അല്ലെങ്കിൽ താൻ കൂടുതൽ അറിയപ്പെടും എന്നുള്ളത് അറിയില്ല എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ ഊക്കൽ കിട്ടും, കൂടുതൽ ട്രോൾസ് വരും എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും